പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ ടീമിൻ്റെ യാത്ര, സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര, ഇന്നത്തെ ദിവസം ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത്, അതായത് എൻ്റെ മേഖലയ്ക്ക് അടുത്ത് തന്നെയാണ്. ഇവിടെ നമ്മളൊരു പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അച്ഛൻ പറമ്പ് വൃത്തിയാക്കുമ്പോൾ മാളത്തിൽ എന്തോ ഒരു അതിഥിയെ കണ്ടു എന്നവർ പറയുന്നു. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. എൻ്റെ സ്ഥലമായതുകൊണ്ട് എനിക്ക് അത്ര ഇവിടുത്തെ നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് പാമ്പിനെയോ അല്ലെങ്കിൽ മറ്റ് ജീവികളെയൊന്നും അത്ര കണ്ട് ഭയമില്ല. എന്തായാലും ആ അതിഥി അല്ലെങ്കിൽ ആ വീട്ടിൽ അദ്ദേഹം പറഞ്ഞത് ചെറിയ എന്തോ ഒരു സാധനത്തിൻ്റെ വാല് കൊണ്ട് ഇന്നലെ അവിടുത്തെ മാഡം പുറത്തിറങ്ങിയപ്പോൾ ഒരു ചേര വന്നിങ്ങനെ ഹായ് പറഞ്ഞിട്ടൊക്കെ പോയെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തായാലും അധികം സമയം കളയുന്നില്ല. പ്രിയ സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് നോക്കാം അവിടെ കണ്ട അതിഥിയാണോ, ഇന്നലെ അദ്ദേഹത്തിനോട് ടാറ്റ പറഞ്ഞ ചേരയാണോ അല്ലെങ്കിൽ അത് മൂർഖനാണോ നമുക്ക് നോക്കാം. സമയം കളയുന്നില്ല. നമുക്ക് എന്തായാലും ഇതാണ് ഇവർ പറഞ്ഞ ആ വീട്. നമുക്ക് എന്തായാലും ആ സ്ഥലത്തേക്ക് ആ അതിഥി എവിടെയാണ് ഇരിക്കുന്നത്, ആരാണെന്ന് നമുക്ക് നോക്കാം, പരിചയപ്പെടാം. എന്തായാലും ഏതോ ഒരു പണത്തിൽ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് എന്തായാലും ഈ കാണുന്ന ഈ ഭാഗത്തേക്ക് എന്തോ സാധനം കഴിഞ്ഞു പോയ പാടുകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് പാമ്പാവാൻ സാധ്യതയില്ല. കാരണം അത് ഈ ഭാഗത്തേക്ക് വരുന്ന എലിയുടെ ചെറിയ നഖത്തിൻ്റെ പാട് കിടപ്പുണ്ട്. അപ്പോൾ അതാവാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് പിന്നെ ഇപ്പുറത്തോട്ടൊരു വഴി കാണുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പ്രിയ സഹോദരിക്ക് ഇന്നലെ ടാറ്റ കൊടുക്കാൻ ഒരു ചേര വന്നു എന്ന് പറയുന്നുണ്ട് വൈകിട്ട് എപ്പോഴും. അപ്പോൾ ആ ചേരയാവാൻ സാധ്യത കുറവാണ്. എന്തായാലും നമുക്ക് ഇതിപ്പോൾ അവർക്ക് മിക്കവാറും 8ൻ്റെ പണിയാവും. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാളവ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ മുഴുവനും കിളച്ച് മറിച്ച് ഇവർക്കിവിടെ മതിൽ കെട്ടാനുള്ള അതിര് തോണ്ടി കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ഒരു ടോർച്ച് വാങ്ങിച്ചിട്ട് ഈ ഹോളിനകത്തേക്ക് എത്ര ഏരിയയിൽ പോകുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും സന്തോഷമുണ്ട്. ഇതിനകത്ത് ഒരാളിനെ കാണുന്നുണ്ട്. ഒരു ചേരയല്ല, എന്തായാലും ഒരു കാപ്പിപ്പൊടി കളറിലെ ലൈറ്റ് മഞ്ഞയും വെള്ളയൊക്കെ കലർന്നൊരു അതിഥി നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹം കണ്ടത് ശരിയായിരിക്കും. കാരണം ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കറിയാം, ഞാൻ ഒത്തിരി പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്, പാമ്പുകളുടെ മാറ്റിംഗ് അഥവാ ഇണചേരൽ സമയം, മാറാടൽ സമയം എന്ന് പറയുന്നത് നവംബർ മാസം ഡിസംബർ മാസങ്ങളിൽ മൂർഖനും ഇണചേരുന്ന സമയമാണ്. അണലിയും ഇണചേരുന്ന സമയമാണ്. ആ സീസണാണ് ഇപ്പോൾ ഡിസംബർ കഴിയുന്നു. ഇനി അങ്ങോട്ട് എല്ലാ പാമ്പുകളും ഇതുവരെ മാറ്റാവാത്ത പാമ്പുകളുടെ ആൺപാമ്പുകൾ പെൺപാമ്പുകൾ ഇരിക്കുന്ന മാളത്തിലേക്ക് അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് തേടി എത്തുന്ന ഒരു സാഹചര്യമാണ് ഇനി കാണാൻ കഴിയുക ഡിസംബർ അവസാനവും ജനുവരി ആദ്യവും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാണുന്ന മാളത്തിനകത്തൊരു അതിഥിയെ കാണാം. നമുക്ക് എന്തായാലും അതൊന്ന് തല്ലിപ്പൊളിച്ച് അല്ലെങ്കിൽ വെട്ടി ഇളക്കി ഒന്ന് നോക്കാം, അല്ലെങ്കിൽ മൺവെട്ടി കൊണ്ട് തൂമ്പ കൊണ്ട് ഇളക്കി നോക്കാം. എന്തായാലും ഒരു അതിഥിയെ എന്തായാലും നമുക്ക് കാണാൻ കഴിയും. ഒരു അതിഥി എന്തായാലും കാണാൻ കഴിയും. എന്തായാലും നമുക്ക് നോക്കാം ആ അതിഥികൾ ആരാണോ അതേ അതിഥിയാണോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ മാളം വെട്ടി മുന്നോട്ട് പോയപ്പോഴത് അടുത്ത മാളങ്ങളൊക്കെ
ഇവിടുത്തെ പ്രിയ സഹോദരൻ അച്ഛൻ ഈ പറമ്പൊക്കെ അവിടത്തേക്ക് മാളങ്ങളെല്ലാം കല്ല് വെച്ച് അടച്ചിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും എനിക്കൊന്ന് ഈ മാളം വന്ന് അവസാനിക്കുന്നത് ഈ കല്ലിലോ അപ്പുറത്ത് മറ്റേതെങ്കിലും ഒരു കല്ലിലായിരിക്കും. നമുക്ക് എന്തായാലും ഈ കല്ല് ഒന്ന് ഇളക്കി നോക്കാം. ഒന്നിൽ കൂടുതൽ അതിഥികളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാറ്റിംഗ് ടൈമാണ് ഒന്നിൽ കൂടുതൽ അതിഥി കാണുന്നത്. ഇപ്പോൾ എന്തായാലും ഒന്നിൽ കൂടുതൽ അതിഥികളുടെ ശൽക്കങ്ങൾ അല്ലെങ്കിൽ ശരീരം കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും മാളം പൊളിക്കാതെ ഒരു അതിഥിയെങ്കിലും പുറത്തേക്ക് വരുമോ എന്ന് നോക്കാം. നമ്മുടെ മാന്ത്രിക വടി ഉപയോഗിച്ചൊന്ന് കിണ്ടി നോക്കാം. വെട്ടി തന്നെ നോക്കാം. നമ്മുടെ അതിഥികളെ നമുക്ക് അധികം വിഷമിപ്പിക്കണം. നമ്മൾ ഒരാളിൻ്റെ വാല് കണ്ടു. ഇത് ഫീമെയിൽ, അത് പെൺമൂർക്കൻ പാമ്പാണിത്. കോബ്ര, സ്പെട്ടിക്കൽ കോബ്ര എന്നറിയപ്പെടുന്ന നാഗ്, സർപ്പം സംസ്കൃതമാണ്, ആരാധനയാണ്. സർപ്പം എന്ന് പറയുന്നത് നാഗം എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് മാറ്റിംഗ് കഴിഞ്ഞ ഇണചേരൽ കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായിട്ടുള്ളൊരു ഫീമെയിൽ മൂർക്കൻ പാമ്പാണ്. എന്തായാലും നമുക്ക് ഈ അതിഥിയെ നമുക്ക് എന്തായാലും പുറത്തേക്ക് എടുക്കാം. വേദനിപ്പിക്കാതെ നമുക്ക് ഈ അതിഥിയെ പുറത്തേക്ക് എടുക്കാൻ നോക്കാം. നമ്മുടെ അതിഥി എന്തായാലും നമ്മുടെ ഒരു അതിഥിയെ നമുക്ക് കിട്ടി. ഫീമെയിൽ അഥവാ പെൺ മൂർക്കൻ എന്നറിയപ്പെടുന്ന ഫീമെയിൽ കോബ്ര എന്നറിയപ്പെടുന്ന പെൺ സർപ്പം എന്നറിയപ്പെടുന്ന നാഗം എന്നറിയപ്പെടുന്ന അതിഥിയാണ്. എന്തായാലും നമ്മൾ ഇദ്ദേഹത്തെ നോക്കിക്കൊള്ളുക. അദ്ദേഹത്തിന് കടിക്കണമെന്നുള്ള ചിന്ത, കാരണം മാറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് എപ്പോഴും കടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ നമുക്ക് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ ഒരതിഥി 1-2 അതിഥികളുടെ വാല് നമ്മൾ കണ്ടു. അതുപോലെ ഒരു അതിഥിയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 6 വയസ്സിനടുത്ത് പ്രായമുള്ള ഫീമെയിൽ പെൺ മൂർക്കൻ പാമ്പ് എന്ന് പറയുന്നത്. നമുക്ക് തല കണ്ടാൽ അറിയാം ഫീമെയിലാണ്. തല ചെറുതായിട്ട് പരന്നിട്ട് ചുണ്ട് കൂർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. കടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. കാരണം മറ്റൊന്നല്ല, ഇവർക്ക് മാറ്റിംഗ് ആണ്, ശരീരം നല്ല പെയിനായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ഈ അതിഥിയെ ചാക്കിലാക്കിയതിന് ശേഷം അടുത്ത അതിഥി അതിനകത്തുണ്ടോ നോക്കാം. നമുക്ക് ഇനി അടുത്ത് അതിഥി ഉണ്ടോ നോക്കാം ഇതിനകത്ത്. രണ്ടാമത്തെ അതിഥിയും പെണ്ണാണ്, ഫീമെയിൽ പെൺ മൂർക്കൻ പാമ്പിൻ്റെ വാലാണ് ഈ കാണുന്നത്. എൻ്റെ വയറ് ഏകദേശം മാറ്റിംഗ് കഴിഞ്ഞ ലക്ഷണം കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് 2 പാമ്പുകൾ മാറ്റിംഗ് നടക്കുന്നതായിട്ട് കണ്ടിട്ട് എന്നെ അവിടുന്ന് നാട്ടുകാർ വിളിച്ച് പറഞ്ഞു. വലിയ കട്ടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ വെച്ചായിരുന്നു എൻ്റെ ഒരു മൂർക്കൻ പാമ്പിൻ്റെ കടിയിട്ട് എനിക്ക് എൻ്റെ വിരൽ മുറിക്കേണ്ടി വന്നത്. പക്ഷെ അവർ പറഞ്ഞു, സുഹൃത്തെ പെട്ടെന്ന് പറഞ്ഞു 2 പാമ്പുകളാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ 1 മണിക്കൂർ വൈകി. ഞാനപ്പോൾ ഈ പാമ്പ് എന്നൊരു മാളത്തിൽ കയറുകയും അപ്പോൾ ഞാൻ ആ മാളം വെട്ടിപ്പൊളിച്ച് അതിൻ്റെ അവസാനം വരെ എത്തിയ സമയത്ത് ഞാൻ വിളിച്ച് 1-2 പാമ്പുകൾ. പക്ഷെ ഞാൻ ആ ഹോളിൻ്റെ എൻഡിൽ ചെല്ലുന്ന സമയത്ത് 5 മൂർക്കൻ പാമ്പുകൾ ആ ഒരു ഹോളിലുണ്ടായിരുന്നു. 5 പേരെയും എനിക്ക് പിടിക്കും. അപ്പോൾ എൻ്റെ
അനുഭവങ്ങളിൽ ഒത്തിരി വ്യത്യസ്തമായ ഒരുപാട് പാമ്പുകളുടെ എണ്ണം കൂടിയ പാമ്പുകളെയൊക്കെ ഒരു ഹോളിൽ നിന്ന് എനിക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 മൂർഖൻ പാമ്പുകളെ വരെ കിട്ടിയ സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തിരുമലയിൽ ഒരു വീട്ടിൽ നിന്ന് 4 മൂർഖൻ പാമ്പിനെ കിട്ടുകയുണ്ടായി. എന്തായാലും ഇതും നമുക്കിവിടെ അതിൽ 5 എണ്ണം കിട്ടിയതിൽ 2 മെയിലും 3 ഫീമെയിലുമായിരുന്നു. 4 എണ്ണം കിട്ടിയതിൽ 3 ഫീമെയിലും 1 മെയിലുമായിരുന്നു. അപ്പോൾ എന്തായാലും 1 മെയിൽ ഈ 3 ഫീമെയിൽ മാറ്റ് ആകത്തില്ല. ഒരു പാമ്പുകൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ആ ഒരു ഇണയുമായിട്ട് മാത്രമേ ഇണ ചേരാറുള്ളൂ. അപ്പോൾ ഈ അതിഥിയും നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ ഒരുപാട് പറമ്പൊക്കെ വേക്കൻ്റെ കിടക്കുന്നവർ ഒഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇവർ വന്ന് പെട്ടതായിരിക്കും. എന്തായാലും നമുക്ക് ഈ അതിഥിയും വേദനിപ്പിക്കാതെ ഒരു അല്പം കൂടി മണ്ണ് മാറ്റി അല്ലെങ്കിൽ ആ ഹോളൊന്ന് തെളിച്ച് നമുക്ക് പുറത്തേക്ക് എടുക്കാം. കാണാം ഇതിൻ്റെ വയറ് കുറച്ചുകൂടി നല്ല പുഷ്ടിയായിട്ടിരിക്കും. കാരണം മറ്റൊന്നല്ല, മാറ്റിങ് കഴിഞ്ഞിട്ട് മുട്ട ഇവരുടെ വയറ്റിൽ മുട്ട തയ്യാറായി തുടങ്ങുകയാണ്. നമുക്ക് കാണാം മുട്ട തയ്യാറായി തുടങ്ങുകയാണ്. ഏകദേശം 15 ദിവസം 20 ദിവസം കഴിഞ്ഞ് കാണാം മാറ്റിങ് കഴിഞ്ഞിട്ട്. കാണുക, ഇത് ഫീമെയിൽ. നമ്മൾ ആദ്യം എടുത്തതും ഫീമെയിൽ തന്നെയാണ്. രണ്ടാമതെടുത്തതും ഫീമെയിൽ തന്നെയാണ്. ഇപ്പോൾ ഇവർ അറ്റാക്കിങ് മോഡ്, അത് നന്നായിട്ട് കടിക്കാനുള്ളൊരു ടെൻഡൻസി മാത്രമേ ഇവർക്കുള്ളൂ. അപ്പോൾ ഇവരെ ഈ അമ്മ സർപ്പത്തെ അല്ലെങ്കിൽ നാഗത്തെ നമ്മൾ എന്തായാലും ചാക്കിലാക്കും. 2 ഫീമെയിലിനെ കിട്ടിയതുകൊണ്ട് ആരെങ്കിലും ഒരാണ് ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്.